വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. 100 ബേസായിട്ട് നമുക്ക് നമ്പേഴ്സിൻ്റെ സ്ക്വയർ എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. ബേസ് 100 ആണെങ്കിൽ 103ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ ബേസ് 100 ആണല്ലോ. ബേസ് 100 ആണെങ്കിൽ 100നേക്കാളും ഇവിടെ എത്ര കൂടുതലാണ്? 3 അല്ലേ കൂടുതൽ. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ 3 കൂട്ടും. ആവുമ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടൂടാ? 106 എന്ന് കിട്ടത്തില്ലേ? 103 + 3 106. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 9 ഞാൻ എങ്ങനെ എഴുതും? 09 എന്ന് എഴുതും. പരിപാടി കഴിഞ്ഞു. 105ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാടാ? ഇവിടെ എത്ര കൂടുതലാണ്? 100നേക്കാളും 5 കൂടുതലല്ലേ? ഞാൻ ഇതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പം 110 ആയിട്ട് മാറും. 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 അല്ലേ? 110 25. 109ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കൂടാ? 100നേക്കാൾ ഇവിടെ എത്ര കൂടുതലാണ്? 9 അല്ലേ കൂടുതൽ. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 118 കിട്ടത്തില്ലേ? 118ഉം 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81ഉം അല്ലേ? 11881. അങ്ങനെയാണെങ്കിൽ 107ൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കൂടാ? സോ ഇത് നമ്മൾ എടുത്തത് എന്താണ്? ബേസ് 100+ അല്ലേ? 100ൽ കുറവാണെങ്കിലോ? കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? നോക്ക്, 98ൻ്റെ സ്ക്വയർ. 98ൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇത് 100നെ അപേക്ഷിച്ച് എന്താണ്? എത്ര കുറവാണ്? 2 കുറവാണല്ലേ? അപ്പം 98 - 2 ആഡ് ചെയ്ത് എത്ര കിട്ടും? 96. ഈ -2ൻ്റെ സ്ക്വയർ എത്ര വരൂടാ? 4 വരത്തില്ലേ? 4നെ എങ്ങനെ എഴുതണം? 04 എന്ന് എഴുതണം. 9604. 96ൻ്റെ സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കും? അങ്ങനെയാണെങ്കിൽ 100നേക്കാൾ ഇവിടെ എത്ര കുറവാണ്? 4 അല്ലേ കുറവ്? -4 കുറവ് അല്ലേ? അങ്ങനെയാകുമ്പോൾ 96 - 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 92 കിട്ടും. 4ൻ്റെ സ്ക്വയർ എത്രയാടാ? 16. 92 16. ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. 94ൻ്റെ സ്ക്വയർ എത്രയാടാ? നോക്ക്, 100നേക്കാളും എത്ര ഡിഫറൻസ് ഉണ്ട് അവിടെ? 6ൻ്റെ ഡിഫറൻസ് അല്ലേ? 100 - 6 അല്ലേ 94. 6ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36. ഞാൻ അവസാനം എഴുതി. 94 + 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടൂടാ? 88 കിട്ടും. 88 36. അങ്ങനെയാണെങ്കിൽ 93ൻ്റെ സ്ക്വയർ എത്രയാണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം.